സക്കരിയ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം. മറിയം ബീവിയെ ബൈത്തുൽ മുഖദ്ദസിൽ പരിപാലിക്കുന്ന വലിയ ദൗത്യം അദ്ദേഹത്തിന് ലഭിച്ചു. ബൈത്തുൽ മുഖദ്ദസിലെ ഖാദിയായിരുന്നു അദ്ദേഹം. തനിക്കൊരു അനന്തരാവകാശമില്ലാത്ത വലിയ സങ്കടം ഉണ്ടായിരുന്നു. എന്നും പ്രാർത്ഥിക്കും. പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥന ഏതുവരെ എന്നറിയോ? തൻ്റെ ദുർബലതകൾ വരെ പറഞ്ഞു, പടച്ചോനെ എല്ലൊക്കെ ദ്രവിച്ചുട്ടോ, ബലം കുറഞ്ഞു, എനിക്കിപ്പോഴും കുട്ടികൾ കിട്ടിയിട്ടില്ല, എൻ്റെ ഭാര്യ അവൾ വന്ധ്യയാണ്, ആഖിറാണ്, പടച്ചോനെ കിട്ടിയിട്ടില്ല, എനിക്ക് പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല. എപ്പോ നമ്മളൊക്കെ പറയില്ലേ കുട്ടികൾ ഉണ്ടാവൂല എന്നുള്ള പ്രായം, അത്ര രണ്ടുപേരും വാർദ്ധക്യത്തിലെത്തിയിട്ടും അള്ളാഹുൽ തവക്കുൽ ചെയ്ത് പ്രാർത്ഥിച്ചു. അള്ള പറഞ്ഞത് എന്താ? നിങ്ങള് ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ. ആ തവക്കുലിന് അള്ള കൊടുത്ത മറുപടി എന്താ അറിയോ? അള്ള പറയാ ഉത്തരം നൽകി, എന്നിട്ട് ഞാന് സമ്മാനം കൊടുത്തു, ഞാൻ പേരിട്ട് കൊടുത്തു. അള്ള പേരിട്ട കുട്ടിയ യഹ്യാ. സക്കരിയ നബി അലൈഹിസ്സലാമിന് മകനെ കൊടുക്കുക മാത്രമല്ല, പേരിട്ട് കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്തു നിന്ന് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കാൻ തനിക്കൊരു റബ്ബുണ്ട് എന്ന് മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്ന ഒരാൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ അകമഴിഞ്ഞ സഹായം ഇഹത്തിലും പരത്തിലും ലഭിക്കൂ എന്ന് അള്ള ബോധ്യപ്പെടുത്തിയതാ.